കണ്ണന്മാര് ക്ഷമ കെട്ടു തുടങ്ങിയെന്ന് തോന്നുന്നു. ദിസ്ന, ചില കൊച്ചു കൃഷ്ണന്മാരൊക്കെ കരച്ചിലൊക്കെ തുടങ്ങുന്നുണ്ട്. എപ്പോഴാണ് ശോഭായാത്ര തുടരുന്നത്? ദിസ്ന. ഈ ചടങ്ങിൽ ശ്രീകൃഷ്ണ ജയന്തി സന്ദേശം നൽകുന്നത് ബാലഗോകുലത്തിന്റെ കേരള സംസ്ഥാന അധ്യക്ഷൻ ബാലഗോകുലം അക്ഷരാർത്ഥത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ ഈ വിസ്മയ ബാല്യത്തിന്റെ പുനരാവിഷ്കാരത്തിന് വേണ്ടിയാണ്. സുകൃതസിദ്ധമായ സംസ്കൃതിയിൽ നിന്ന് ഉരുവം കൊണ്ട ഭവ്യസങ്കല്പമാണ് ബാലഗോകുലം. ബാലഗോകുലം മുന്നോട്ട് വയ്ക്കുന്ന പ്രധാനപ്പെട്ട സന്ദേശം അത് തന്നെയാണ്. എല്ലാ വർഷവും ബാലഗോകുലം ഇത്തരത്തിലുള്ള ജന്മാഷ്ടമി സന്ദേശങ്ങൾ, കാരണം ഈ ആഘോഷത്തിനും അപ്പുറത്തേക്ക് ഉയർത്തിപ്പിടിക്കേണ്ട ചില മൂല്യങ്ങളുണ്ട്, മുന്നോട്ട് വയ്ക്കേണ്ട ചില മാനങ്ങളുണ്ട്. അതാണ് ബാലഗോകുലം എല്ലാ വർഷവും ഇത്തരം ഉത്സവങ്ങളുടെ ഭാഗമായി ഹൃദ്യമായ ഭാഷയിൽ, നന്മയുടെ ഭാഷയിൽ സമൂഹത്തിന് മുന്നിൽ വയ്ക്കുന്നത്. ഇത്തവണത്തെ സന്ദേശവും അത് തന്നെയാണ്. ഗ്രാമങ്ങളാണ് തണലൊരുക്കേണ്ടത്. ഒപ്പം ഈ ബാല്യം അത്രമേൽ പ്രിയപ്പെട്ട, അത്രമേൽ പ്യൂരിറ്റിയുള്ള ഈ നിഷ്കളങ്കമായ ബാല്യം ഇത് സംരക്ഷിക്കപ്പെടണം. അത് നാളത്തേക്ക് വേണ്ടിയാണ്, നാളെ നമ്മുടെ രാജ്യത്തിന് വേണ്ടിയാണ്. നമ്മുടെ രാജ്യം, നമ്മുടെ ഭാരതം വിശ്വഗുരു സ്ഥാനത്തേക്ക് ഇങ്ങനെ കുതിച്ചുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് ഒരുപാട് വെല്ലുവിളികൾ, അതിലേറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളികൾ ഉയർത്തുന്നത് ലഹരിയുടെ രൂപത്തിൽ അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ രൂപത്തിൽ, അങ്ങനെ മൊബൈൽ ഉൾപ്പെടെയുള്ള മറ്റ് കാര്യങ്ങളുടെ രൂപത്തിലൊക്കെ നമ്മുടെ ബാല്യത്തിനെയാണ് ചില ശക്തികൾ ഉന്നം വയ്ക്കുന്നത്. അത് പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. ആ പ്രതിരോധത്തിൻ്റെ ഏറ്റവും മഹത്തായ മാർഗമാണ് ബാലികാബാലന്മാരുടെ ദേശീയ പ്രസ്ഥാനമായ ബാലഗോകുലം ലോകത്തോട് വിളിച്ചു പറയുന്നത്. കണ്ണനാണ് ആദർശ പുരുഷനാക്കേണ്ടത്, കണ്ണനെയാണ് മാതൃകയാക്കേണ്ടത്. ആ കണ്ണൻ്റെ വിസ്മയങ്ങളാണ്. ഏത് പ്രതികൂലമായ സാഹചര്യം ഉണ്ടെങ്കിലും ഒരു ചെറു പുഞ്ചിരിയോടുകൂടി അതൊക്കെ നേരിട്ട്, അതൊക്കെ മറികടന്നുകൊണ്ട് ശക്തമായി മുന്നോട്ട് കുതിക്കാൻ, ഞാനെന്ന ഭാവമല്ല പകരം നമ്മളെന്ന ഭാവത്തോടു കൂടി മുന്നോട്ട് കുതിക്കാൻ കണ്ണൻ കാണിച്ചു തന്ന മാതൃക, അതാണ് ബാലികാബാലന്മാരുടെ ദേശീയ പ്രസ്ഥാനമായ ബാലഗോകുലം മുന്നോട്ട് വയ്ക്കുന്നത്. അതിൻ്റെ ഉത്സവമാണ് ഇപ്പോൾ ഈ ജനം ടി വിയുടെ ടെലിവിഷൻ സ്ക്രീനിലൂടെ ഞങ്ങളുടെ അത്രമേൽ പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. തിരുവനന്തപുരത്ത് ഇപ്പോൾ ഉദ്ഘാടന ചടങ്ങുകൾ നടക്കുകയാണ്. ദിസ്ന കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നെങ്കിൽ പറയൂ. ദിസ്നയ്ക്ക് ചുറ്റുമുള്ള കണ്ണന്മാരിൽ ചിലർ ഇപ്പോൾ അക്ഷമരായിട്ട് ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എത്രയും പെട്ടെന്ന് ശോഭായാത്രയ്ക്ക് കടക്കേണ്ടിയിരിക്കുന്നു ബാലഗോകുലത്തിന്. ഇവിടം വരെ പുത്തരിക്കണ്ട മൈതാനം വരെ അവർ പോകണം. നല്ല വെയിലുണ്ട്. അപ്പോൾ അവരെ ഇവിടെ ഇങ്ങനെ പിടിച്ചു നിർത്തി പ്രസംഗങ്ങൾ കേൾപ്പിക്കുന്ന കഷ്ടമാണെന്ന് എനിക്ക് തോന്നുന്നത് കൊണ്ട് ഞാൻ കൂടുതലൊന്നും സംസാരിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഒരു കാര്യം മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഈ ബാലഗോകുലം നടത്തുന്ന വ്യക്തികൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇല്ലെന്ന ധർമ്മത്തിന് വേണ്ടിയും സംസ്കാരത്തിന് വേണ്ടിയൊക്കെ ഒരുപാട് ചെയ്യുന്നുണ്ട്. അച്ഛനമ്മമാർക്കും കൂടെ ഒരു അഭ്യർത്ഥനയാണ്, ഈ കുഞ്ഞുങ്ങളെ നമ്മുടെ നാടിൻ്റെ അടുക്കലുള്ള അവരുടെ ഒരു അടുപ്പം കൂടുതൽ ശ്രദ്ധേയമാക്കണം. അല്ലെങ്കിൽ ഒരു 50 കൊല്ലം കഴിഞ്ഞ് ഇവിടെ ബാലഗോകുലം നടത്തേണ്ട ആവശ്യം വരില്ല. ബാലന്മാരുണ്ടായിട്ട് വേണ്ടേ? എല്ലാവരും ഓസ്ട്രേലിയയിലും കാനഡയിലും അമേരിക്കയിലും പോയി സ്ഥിരതാമസമല്ലേ. അപ്പോൾ അതില്ലാതെ നമ്മുടെ മണ്ണിൽ, നമ്മുടെ നാട്ടിൽ, ഈ നാട്, ഈ മണ്ണ്, ഈ ആകാശം, ഈ ജലം നിങ്ങളുടേതാണ്. നിങ്ങളതിൻ്റെയും